ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖാണോ? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? ഓർക്കുന്നുണ്ടോ നിങ്ങള്? എന്താ പഠിച്ചത്? റാ എഴുതാൻ പഠിച്ചു, രാ എഴുതാൻ പഠിച്ചു, പിന്നെന്താ പഠിച്ചത്? നാ പഠിച്ചു, താ പഠിച്ചു. പഠിച്ചോ നിങ്ങൾ വീട്ടിലിരുന്ന്? എഴുതാനൊക്കെ പഠിച്ചല്ലേ? നല്ല കൂട്ടുകാരാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിക്കുക? നമ്മള് സ്വരാക്ഷരങ്ങളെ എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കാം കേട്ടോ. റെഡിയാണോ? എങ്കിൽ വേഗം വായോ, ബുക്കും പെൻസിലൊക്കെ എടുത്തിട്ട് വാ കേട്ടോ. എഴുതി തുടങ്ങാം. എഴുതി തുടങ്ങിയാലോ? ആദ്യം ടീച്ചർ ഇതിൽ എഴുതി തരാം, അത് കഴിഞ്ഞിട്ട് മക്കള് എഴുതിയാൽ മതി കേട്ടോ. ആദ്യം നമുക്ക് എഴുതുന്ന എങ്ങനെയെന്ന് നോക്കാം. ആ എഴുതാം. സ്വരാക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരം ആയാണ്. ആ എഴുതി നോക്കിയാലോ? ബാ. ആദ്യം നമ്മള് ഇങ്ങനെ കൊണ്ടുവന്ന് പതിയെ നമ്മൾ റാ എഴുതില്ലേടാ, അതുപോലെ തന്നെ ഇങ്ങനെ കൊണ്ടുവരണം. ഇവിടെ നിർത്തിയിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു വരാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ നമ്മളിങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഇത് എന്തക്ഷരാ ഇത്? ഇത് ദായാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പതിയെ പതിയെ പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മളിങ്ങനെ നിർത്തി. മനസ്സിലായോ? റാ എഴുതിയിട്ട് ദാ പോലെ കൊണ്ടുവന്ന് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി. എന്നിട്ട് നമ്മൾ ഇവിടെ നിർത്തിയതിൻ്റെ അവിടെ നിന്ന് മേലോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി. ഓക്കെ, ഇത്രയും മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്കൊരു ചുറ്റിക്കെട്ടിട്ടു. എന്തക്ഷരായി? ഇത് ആയാണ് കേട്ടോ. മനസ്സിലായോ കൂട്ടുകാർക്ക് എഴുതുന്നത് എങ്ങനെയാന്ന്? ഒന്നുകൂടെ എഴുതി കാണിച്ചു തരാം, ശ്രദ്ധിച്ചിരിക്കണേ. നമ്മൾ റാ പോലെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി. ഫുൾ റായ ആക്കില്ല, നമ്മൾ പകുതിക്ക് ഇങ്ങനെ നിർത്തിയ ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ചെറിയ രീതിയിൽ ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പതിയെ വീണ്ടും ഇങ്ങനെ വെക്കുന്നു. ഇത് എന്തക്ഷരാണിത്? ഇത് ദായാണ് കേട്ടോ. ദാ എഴുതിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ പതിയെ 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 ഇങ്ങനെ കൊണ്ടുവന്ന് താഴേക്ക് നിർത്തുന്നുണ്ട്. ഓക്കെ, അത്രേ മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ നിർത്തി എവിടെ നിന്ന് വീണ്ടും കൊണ്ടുവന്ന് ഇങ്ങനെ എഴുതുന്നുണ്ട്. ഓക്കെ, ഇത് എന്തക്ഷരാണിത്? ആയാണ് കേട്ടോ. എന്താണിത്? ആ. കൂട്ടുകാർക്ക് എഴുതാൻ മനസ്സിലായോ? ഒന്നുകൂടെ എഴുതി കാണിക്കണോ? പിന്നെന്താ, കാണിക്കാലോ. ശ്രദ്ധിച്ചിരിക്കണേ. ഇവിടെ നിന്ന് ഇങ്ങനെ പതിയെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തുന്നുണ്ട്. വീണ്ടും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ നിർത്തുന്നുണ്ട്. ഇത് എന്തക്ഷരാണിത്? ഇത് ദായാണ്. ദായുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നിർത്തി അവിടെ നിന്ന് മേലോട്ട് കൊണ്ടുവന്ന് ഒരു റാ എഴുതി ഉള്ളിലേക്കൊരു ചുറ്റിക്കെട്ടിട്ടു. ഇപ്പം എന്തായി? ആയായി. മനസ്സിലായോ കൂട്ടുകാർക്ക്? എഴുതാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ലേ പറഞ്ഞോട്ടോ, നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും എഴുതി നോക്കാം. എന്തക്ഷരാണിത്? സ്വരാക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരാണിത്. ആയാണ് കേട്ടോ. എഴുതാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? നോക്കിയേ, ബുക്കിലേക്കൊന്ന് എഴുതിക്കേ, നമുക്കൊന്ന് നോക്കാമല്ലോ ശരിയാവുന്നുണ്ടോയെന്ന്. ബുക്ക് എടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാവരും ഒന്ന് നോക്ക്. എങ്ങനെയാണ് എഴുതുന്നത്? ഇവിടെ കൂടെ എഴുതി കാണിക്കാം. നോക്കിയോട്ടാ. ആദ്യം നമ്മൾ റാ പോലെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇനി ഉള്ളിലേക്ക് കയറ്റി കേട്ടോ. അത്ര എഴുതി നിർത്തിയേ ഇവിടെ. എല്ലാവരും എത്ര എഴുതിയൊന്ന് നിർത്തിയേ? എഴുതിയോ? ഓക്കെ. ഇനി നമ്മൾ വീണ്ടും അതുപോലെ തന്നെ ഇങ്ങനെ ഇട്ടു കേട്ടോ. ഇത് എന്തക്ഷരാണിത്? ഇത് ദായാണ്. ശരിയാവുന്നുണ്ടോ? ദാ എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ 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 പതിയെ കൊണ്ടുവന്ന് നമ്മളിവിടെ നിർത്തുന്നു. ഇവിടെ നിർത്തി. അത്ര എഴുതിയോ നിങ്ങൾ? അത്ര എഴുതിയിട്ട് ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ പതിയെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോടാ. റാ എഴുതി അവിടെ നിർത്തിയേ. അവിടെ നിർത്തിക്കേ എല്ലാവരും. നിർത്തിയോ? ഇനി നിർത്തിയില്ലേ? എഴുതിക്കോ, ധൃതി പിടിക്കണ്ട. പതിയെ എഴുതിയാൽ മതിയേ. എഴുതിയോ? ശരി. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് വെക്കാം കേട്ടോ.
ശരിയായോ ഇപ്പ? ഇതാണ് ആയാണ്. ഇതെന്തെന്നാ ഇത്? സ്വരാക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരമാണ് കേട്ടോ. സ്വരാക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരം ആയാണ് നമ്മൾ പഠിച്ചത്. എഴുതിയിട്ട് ശരിയായോ? എല്ലാവരും ബുക്ക് ഒന്ന് തിരിച്ചു കാണിച്ചേ ഇങ്ങോട്ട്. നോക്കട്ടെ. അയ്യോ, തെറ്റിപ്പോയിട്ടുണ്ടല്ലോ. ഒന്നുകൂടെ കാണിക്കട്ടെ എഴുതി. അതവിടെ കിടക്കട്ടെ. അടുത്ത പേജ് എടുത്തേ. എഴുതിക്കോട്ടാ. ഞാൻ എഴുതി നിർത്തുന്ന അവിടം കൊണ്ട് എഴുതിയാൽ മതി. അടുത്ത അക്ഷരം ആയാണ് കേട്ടോ. ആനയുടെ ആയാണ്. എഴുതി നോക്കിയാലോ? ബാ. നമ്മൾ ആ എഴുതിയില്ലേടാ, അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടാണ് എഴുതുന്നത്. ഇങ്ങനെ കൊണ്ടുവന്ന് ഫസ്റ്റിലെ നമ്മൾ ദാ എഴുതുന്നു. പിന്നെ എന്താ ചെയ്യുക? ഉള്ളിലേക്ക് ചുറ്റിക്കെട്ടിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി താഴത്തേക്ക് കൊണ്ടുവന്ന് നമ്മൾ ആ എഴുതിയില്ലേ, അതുപോലെ തന്നെ എഴുതണം. എന്നിട്ട് ഈ വാലിങ്ങോട്ട് പുറത്തേക്ക് ഇടണം. ഇതെന്തക്ഷരാണ്? ആ. എന്തക്ഷരാണ്? ആ. എഴുതാൻ പറ്റുമോ? ഒന്നുമില്ല, നമ്മളിപ്പോൾ ആ എഴുതിയല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വാല് കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആയായി. ആ അല്ലേ? എഴുതി നോക്കിയൊന്ന്. എഴുതണമെങ്കിൽ എഴുതി കാണിച്ചു തരാം. എഴുതാൻ പറ്റുമോ എന്ന് നോക്ക്. ഒന്നുകൂടെ എഴുതി കാണിച്ചു തരാം. എന്നാ നോക്കിക്കോട്ടാ. ദാ എഴുതി. ഫസ്റ്റിലെ നമ്മൾ എന്താ ചെയ്യുക? ദാ എഴുതി ഉള്ളിലേക്ക് ചുറ്റിക്കെട്ടിട്ട് ഇവിടെ നിർത്തുന്നു. എന്നിട്ട് അവിടെ നിന്ന് തന്നെ തുടങ്ങി ആ എഴുതിയിട്ട് ഇതെന്തക്ഷരാണിത്? ഇത് ആ. ആയുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വള്ളി കൂടി ഇടുമ്പോഴത്തേക്കും ഇതെന്തായി? ആ. ആനയെന്നൊക്കെ നമ്മൾ എഴുതത്തില്ലേ, അതിൻ്റെ ഫസ്റ്റ് അക്ഷരമാണ് കേട്ടോ ഇത്. എഴുതിയോ? ഒന്നുകൂടെ എഴുതാം നമുക്ക്. നോക്കിയിരിക്കേ. ഇങ്ങനെ കൊണ്ടുവന്ന് ഫസ്റ്റ് ദാ എഴുതി. എഴുതിക്കേ. എൻ്റെ ഒപ്പം ഒന്ന് എഴുതി നോക്കിയേ. നമുക്ക് നോക്കാമല്ലോ എഴുതാൻ പറ്റുന്നുണ്ടോയെന്ന്. ദാ എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചുറ്റിക്കെട്ടിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തുന്നു. അത്ര എഴുതിയോ? ഇനി നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിട്ട് വീണ്ടും മേളിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതെന്തക്ഷരാണിത്? ആയുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വാല് പോലെ ഇടും. ഇതെന്താണപ്പോൾ? ആനയെന്ന് നമ്മൾ എഴുതുമ്പോഴത്തേക്കും വരുന്ന അക്ഷരമാണ് ഇത്. മനസ്സിലായോ? അപ്പം നമ്മൾ എത്ര അക്ഷരങ്ങൾ പഠിച്ചു? ആ പഠിച്ചു, ആ പഠിച്ചു അല്ലേ? കൂട്ടുകാർ പഠിച്ചോ എഴുതാനായിട്ട്? എഴുതിയതൊന്ന് കാണിക്കാമോ ഇങ്ങോട്ട്? ഈ അക്ഷരം കൂടി ഒന്ന് കൂട്ടത്തിൽ എഴുതിയിട്ട് കാണിക്കേ. ആയും ആ. അത് രണ്ടും എഴുതിയിട്ടൊന്ന് കാണിച്ചേ, നോക്കട്ടെ ശരിയാണോ എന്ന്. എഴുതിക്കോ. ഒന്നുകൂടെ എഴുതി കാണിച്ചു തരാൻ വേണമെങ്കിലേ. എൻ്റെ ഒപ്പം എഴുതിക്കോട്ടാ. ഇങ്ങനെ ദാ എഴുതി, ദാ എഴുതി ഇങ്ങനെ കൊണ്ടുവന്ന് ആ. എന്തക്ഷരാണ്? ആ അല്ലേ? ശരിയായി കേട്ടോ. എല്ലാവരും എഴുതിയൊന്ന് ഇങ്ങോട്ട് തിരിച്ചേ നോക്കട്ടെ. ശരിയായിട്ടുണ്ട്, ശരിയായിട്ടുണ്ട്, ശരിയായിട്ടുണ്ട്. പഠിച്ചല്ലോ. അടുത്ത അക്ഷരം പഠിച്ചാലോ? റെഡിയാണോ? അപ്പം 2 അക്ഷരങ്ങൾ എഴുതിയപ്പോൾ ശരിയായിട്ടുണ്ട്. ഇതെന്താ നമ്മൾ എഴുതുന്നേ? സ്വരാക്ഷരങ്ങൾ. അടുത്ത അക്ഷരം പഠിക്കാം നമുക്ക്. അടുത്ത അക്ഷരം എന്താണ്? ഈ ആണ്. ഈ എഴുതി നോക്കാം നമുക്ക്. എഴുതി നോക്കാം. അപ്പം ഈ എങ്ങനെയാ എഴുതുന്നേ? നമ്മൾ റാ എഴുതുന്നതിൻ്റെ ഉള്ളിൽ ഒരു ചുറ്റിക്കെട്ടിട്ട് ഇങ്ങനെ നിർത്തണം. അത്ര എഴുതിയോ? അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു റായും കൂടെ എഴുതി ഇങ്ങനെ താഴേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് വരയ്ക്കണം. പറ്റുന്നുണ്ടോ? ഇച്ചിരി പാടാണല്ലേ? സാരമില്ല, നമുക്ക് എഴുതി നോക്കാം കേട്ടോ. റാ എഴുതുന്ന പോലെ ഇങ്ങനെ റാ എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു ചുറ്റിക്കെട്ട് വരുന്നുണ്ട്, അവിടെ വെച്ച് നിർത്തണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അവിടെ നിന്ന് ഈ ഒരു റായും കൂടെ എഴുതണം. അത്ര എഴുതണം. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞ് താഴേക്ക് ഇതിങ്ങനെ ഒരു വര വരയ്ക്കണം. താഴേക്ക് ഇങ്ങനെ ഒരു വര വരച്ചോ? അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടൊരു വര. ഇത്രേ ഉള്ളൂ. എഴുതാൻ പറ്റുമോ?
നമുക്ക് എഴുതി നോക്കാം കേട്ടോ. ധൃതി ഒന്നും പിടിക്കണ്ട. സൗണ്ട് എടുക്കല്ലേ. സൗണ്ട് എടുക്കാണ്ടിരിക്കുക. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. എന്നാലേ പഠിക്കാൻ പറ്റത്തുള്ളൂ. നോക്കിയിരിക്കുക കേട്ടോ. റാ എഴുതുന്നതിൻ്റെ ഉള്ളിൽ ചുറ്റിക്കെട്ടിട്ടിട്ട് ഒരു റാ എഴുതണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു റായും കൂടെ എഴുതി അവിടെ നിർത്തണം. അത്ര ഒന്ന് എഴുതിയേ. എഴുതിയോ? ബുക്കൊന്ന് കാണിച്ചേ ഇങ്ങോട്ട്. ആ, ശരിയായിട്ടുണ്ടേ. ബാക്കി എഴുതാം നമുക്ക്. അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വര വരച്ചോ? ആ, ശരിയാണേ. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വരയും കൂടെ വരയ്ക്കുമ്പോഴത്തേക്കും എന്തായി? ഈ ഈ എഴുതിയോ? ആ, ശരിയായല്ലോ. കുറച്ച് ടാസ്ക് ആണല്ലേ. സാരില്ല, നമുക്ക് എഴുതി എഴുതി പഠിക്കാം കേട്ടോ മാക്സിമം. ഓക്കെ, ഈ പഠിച്ചില്ലേ? ഇനി നമുക്ക് 2-3 കൂടെ എഴുതി എഴുതി പഠിക്കാം താഴത്തേക്ക്. അപ്പം നന്നായിട്ട് പഠിക്കും. ആ, ബാ. റാ എഴുതുന്ന പോലെ റായുടെ ഉള്ളിൽ ഒരു ചുറ്റിക്കെട്ടിട്ടിട്ട് ഇങ്ങനെ എഴുതുന്നു. ഒപ്പം എഴുതിക്കോ. അപ്പം മാക്സിമം എഴുതാൻ പറ്റില്ലേ? ഒപ്പം എഴുതിക്കോട്ടാ. നിർത്തിയോ? ആ, ഇതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു റായും കൂടെ കൊണ്ടുവന്ന് നിർത്തിയോ? ആ, ഇനി അവിടെ നിന്ന് ഇങ്ങനെ വരച്ചിട്ട് താഴേക്കൊരു വര. എന്തക്ഷരാണിത്? ഈ. എഴുതിയോ? ആ, അടുത്ത് നോക്കാം നമുക്കൊന്നുകൂടി. എങ്ങനെയാണ്? ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി വീണ്ടും ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ 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 ഇങ്ങനെ. ആ, ശരിയായോ? ആ, എന്തക്ഷരാണ്? ഈ. പറഞ്ഞേ, എന്തക്ഷരാണ്? ആ, വെരി ഗുഡ്. അടുത്ത് നോക്കാം ഒന്നുകൂടി. ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തി അതിൻ്റെ മേലിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങനെ ഇങ്ങനെ 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 ഇങ്ങനെ. ആ, എന്തക്ഷരാണത്? ഈ. പഠിച്ച കൂട്ടുകാര്? ഈ വെച്ചിട്ടൊരു വാക്ക് പറയാവോ? ഇല്ല. ആ, ശരിയാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാർക്കൊന്നും മനസ്സിലാവത്തില്ല, എഴുതാനും പറ്റത്തില്ല, ബോറും അടിക്കും അല്ലേ. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതുകൊണ്ട് നിർത്താം. അടുത്ത ക്ലാസ്സിൽ ബാക്കിയായിട്ട് വരാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.